ഇപ്പം എല്ലാ ഓൺലൈൻ മീഡിയാസും നമ്മുടെ കല്യാണം കവർ ചെയ്തിട്ടുണ്ട്. എല്ലാവരും കമന്റ്സ് എടുത്ത് നോക്കിക്കോ, അതിൽ 3 കമന്റ്സ് ആണ് കോമൺ ആയിട്ട് എല്ലാം വന്നേക്കുന്നത്. ഇത് മുന്നോട്ട് പോവില്ല, ഇത് അധിക കാലം ഉണ്ടാവില്ല, ഇത് പകുതി വെച്ച് നിൽക്കും. ആൾക്കാരുടെ മൈൻഡ് സെറ്റ് നോക്കിക്കോ, ഒരു കല്യാണ വീഡിയോ നടക്കുവാണ്. എത്ര സാഡിസ്റ്റുകളാണ് നമ്മളിവിടെ ആക്കുന്നത്. ഞങ്ങൾക്ക് അവിടെ ഒന്നും സംഭവിക്കുന്നില്ല. ഈ ഓരോ കമന്റ് ഇടുന്നവരുടെ നിലവാരമാണ് ആ ഓരോ കമന്റിൽ കൂടെ കാണിക്കുന്നത്. അവര് വളർന്നു വന്ന എനിക്കത് കണ്ടപ്പോ മനസ്സിലായി, എനിക്ക് തോന്നിയത് പാവങ്ങൾ അവരുടെ കുടുംബ ജീവിതം ഇത്രക്കും തകരലായിട്ടിരിക്കുന്നു. അല്ല, അവർക്ക് അവരുടെ ജീവിതം തകർന്നുകൊണ്ടാവില്ല ബാക്കിയുള്ള ജീവിതം ഇത്രയും ഉറപ്പിച്ച് പറയാൻ പറ്റുന്നത് കുറച്ച് കഴിഞ്ഞാൽ തകരും എന്ന് പറയുന്നത്. പിന്നെന്ന് പറയുന്നത് അംജുവിനെ പറയുന്നത് അവൻ ഭയങ്കര ഓവറാണ്, അവനക്ക് എന്തെങ്കിലും പ്രശ്നം, അവൻ കള്ളനാണ്, അവൻ ഫ്രോഡാണ്, അവൻ എന്തെങ്കിലും ഇത്രമാത്രം സ്നേഹം എക്സ്പ്രസ് ചെയ്യുന്നത്. എല്ലാവരും അവരുടെ കെട്ടിയവന്മാരെ പോലെ ആയിരിക്കണം എന്ന് ഒരു നിർബന്ധമില്ല. അല്ലെങ്കിൽ കുറെ പേർക്ക് ഞാൻ കണ്ടു പെൺകോന്തൻ, ഭാര്യനെ സ്നേഹിച്ച പെൺകോന്തനാണെങ്കിൽ അംജുക്ക പെൺകോന്തനാന്ന് ഞാൻ പറയും. അവൻ ആവശ്യത്തിലധികം സ്നേഹം എനിക്ക് തരുന്നുണ്ട്. അത് അംജുക്ക അർത്ഥമാണെങ്കിൽ ഓൾറൈറ്റ്, എനിക്ക് സ്നേഹിക്കണം, എന്റെ മോളെ എനിക്ക് സ്നേഹിക്കണം. കുറെ വർഷങ്ങൾക്ക് ശേഷം ലൈഫിൽ വന്ന മെയിൻ ഒരു സംഭവമാണ് ഇത്. കാരണം സത്യം പറഞ്ഞാൽ ഐ വാസ് നോട്ട് ഇൻട്രസ്റ്റഡ് ഫോർ മാരേജ് ഓർ എനിത്തിങ് ബിഫോർ ദാറ്റ്. ഒരു കല്യാണം കഴിക്കണോ അങ്ങനെ ഒന്നുമില്ല. ഒരു മനസ്സിലാക്കുന്ന ഒരു പാർട്ട്ണർ, മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്, അങ്ങനെ അങ്ങ് ജീവിച്ചു പോകാം, ഇതായിരുന്നു എന്റെ തോട്ട്. ബട്ട് റൈറ്റ് നൗ വെൻ ഷീ കെയിം ടു മൈ ലൈഫ് എവറിത്തിങ് ഹാസ് ചേഞ്ച്ഡ്. ഒന്ന് പബ്ലിക് ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു നിങ്ങളുടെ ഒരു കോമൺ ഡ്രീം എന്തായിരിക്കും? പിള്ളേര് കോമൺ ഡ്രീം ഞങ്ങള് നല്ലൊരു സ്റ്റാർട്ടപ്പ് ആഗ്രഹിക്കുന്നുണ്ട് ഒരു ടൈം ആകുമ്പോൾ. കാരണം വി നീഡ് സംതിങ് ഓഫ് അവർ ഓൺ. അതാണ് ഞങ്ങൾ നോക്കുന്നത് മെയിൻ ആയിട്ട് ഇൻ ഫ്യൂച്ചർ. പിന്നെ എല്ലാവരും പോലെ തന്നെ അപ്പൊ നമുക്ക് രണ്ടുപേർക്കും വീടുണ്ട് കാര്യം, പക്ഷെ നമ്മൾ സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കിയ. പിന്നെ അത് മതില്ല, സ്റ്റാർട്ടപ്പ് ഉണ്ട്, എക്സ്പ്ലോറിംഗ് ഉണ്ട്, ട്രാവലിംഗ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ട്രാവൽ ചെയ്യണം. അതാണ് ഞങ്ങൾ മെയിൻ. ഞങ്ങൾക്ക് എല്ലായിടത്തും ട്രാവൽ ചെയ്യണം. ഇപ്പൊ നമ്മൾ അംജിക്ക് എപ്പോഴും പറയുന്ന കാര്യം, അംജിക്കാക്ക് UK മാക്സിമം നമ്മൾ അവിടെ നിൽക്കുന്നിടത്തോളം കാര്യം നമുക്ക് മാക്സിമം എല്ലാ സ്ഥലങ്ങളും എക്സ്പ്ലോർ ചെയ്യണം. കാരണം അവിടെ നിന്ന് എല്ലാം ഓൾമോസ്റ്റ് അടുത്തടുത്ത് നമുക്ക് അതൊക്കെയാണ് നമ്മുടെ മെമ്മറീസ്, കാര്യങ്ങളൊക്കെ നമുക്ക് സേവ് ചെയ്യണം. അതൊക്കെയാണ് മെയിൻ. പിള്ളേരുടെ ഡ്രീം എന്താ? പിള്ളേരുടെ ഡ്രീം ആഫ്റ്റർ 2-3 years അതെ, അത് നമുക്ക് ഉറപ്പായിട്ടുണ്ടോ. നമ്മളിങ്ങനെ പറയുന്നത്, നമ്മൾ ചിലർക്ക് റീൽസ് ഒക്കെ അയച്ചു കൊടുക്കും, ഈ കുഞ്ഞി കുട്ടികളുടെ അത് ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് കാണിച്ചു കൊടുക്കും. പക്ഷെ ഇപ്പൊ കറന്റ്ലി നമ്മൾ രണ്ടുപേരും ഇപ്പൊ റെഡിയല്ല. വേറെ ഒന്നല്ല, നമുക്ക് കൂടുതൽ മനസ്സിലാക്കണം. നമ്മളിപ്പോ അറേഞ്ച്ഡ് മാരേജ് ചെയ്യാൻ എനിക്ക് അംജുക്കാനെ വർഷങ്ങളോളം പരിചയമില്ല, അംജുക്കാക്ക് എന്റെ ഇല്ല. അപ്പൊ ആദ്യം ഇപ്പൊ അംജുക്കാക്ക് ഞാനൊരു കുഞ്ഞാന്നാണ് ഇപ്പോഴും ഒരു മോളിഞ്ഞി പൊക്കത്തിൽ വളരുന്നു. അതാണ് കൂടുതൽ. പിന്നെ നമുക്ക് ഫിനാൻഷ്യലി ആണെങ്കിലും നമുക്കൊരു കുഞ്ഞ് വരുമ്പോൾ നന്നായിട്ട് സ്റ്റേബിൾ ആണ്. പക്ഷെ ഒരു കുട്ടി വരുമ്പോൾ നമുക്ക് എല്ലാം നമുക്ക് നല്ല രീതിക്ക് നോക്കണം. ഒരു വെറുതെ ഒരു പാവക്കുട്ടീനെ കിട്ടിയ പോലെ നമുക്ക് കളിപ്പിക്കാനുള്ള ഒന്നല്ല. അപ്പൊ അതിനനുസരിച്ച് നമുക്കൊരു 2 years എങ്കിലും നമുക്ക് വേണം. നമ്മുടെ ഫ്യൂച്ചർ ആദ്യം സെക്യൂർ ചെയ്തിട്ട് അതിനുശേഷം അവരുടെ ഫ്യൂച്ചർ സെക്യൂർ ചെയ്യണം. ഞാനൊരു 1.5 മണിക്കൂറായി ഇന്റർവ്യൂ എടുക്കാൻ തുടങ്ങിയിട്ട് ഈ കൈ ഇതുവരെ ഇവിടെ നിന്ന് മാറുന്നേ കണ്ടിട്ടില്ല. ഇത് എപ്പോഴും പിടിച്ചില്ല. ഇപ്പൊ ഇവിടെ വന്നിട്ട് ഇന്റർവ്യൂയുടെ മുമ്പേ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇത് ഇങ്ങനെ പിടിച്ചിട്ട് തന്നെയാണ് കൊണ്ട് നടക്കുന്നതും. ഇത് വിട്ടിട്ട് എപ്പോഴും ഉണ്ടായിരിക്കും. ആദ്യമായിട്ട് മീറ്റ് ചെയ്ത് അന്നോട്ട് ഇങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ? അതെ, ഇതിനൊക്കെ ആയിരിക്കുമല്ലേ ആൾക്കാർ ഇങ്ങനെ ഭയങ്കരമായിട്ട് ചീത്ത വിളിച്ചോണ്ടിരിക്കുന്നത്. നമ്മുടെ ലവ് ഇതിനാണോ എന്തിനാണോ, ഇനി അവരുടെ പേഴ്സണൽ ഇഷ്യൂസ് കൊണ്ടാണോ, ഐ ഡോണ്ട് ഈവൻ കെയർ. It's my love, my girl, and we are married.